ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മോളീസ് കിച്ചൺ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ചോറൊക്കെ ബാക്കിയാവുകയാണെങ്കിൽ അത് ഉപയോഗിച്ച് ഉണ്ടാക്കാൻ പറ്റിയൊരു നല്ലൊരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നല്ല ക്രിസ്പായിട്ടുള്ളൊരു സ്നാക്കാണിത്. നമുക്ക് കറുമുറ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു 2-3 ദിവസമൊക്കെ വരെ കേടാവാതെ ഇത് സൂക്ഷിച്ച് വെക്കാനും കഴിയും. അപ്പം ഞാൻ 3 രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. ഒരു കുഴലപ്പത്തിൻ്റെ ഷേപ്പിൽ റെഡിയാക്കിയിട്ടുണ്ട്, പിന്നെ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പിലും, അങ്ങനെ 3-4 രീതിയിൽ ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുമാണ് ഇത് കാണാനായിട്ട്, കഴിക്കാനും നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്നത് പോലെ തന്നെ എൻ്റെ വീഡിയോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വീഡിയോസൊക്കെ മിസ്സാവാതെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്കിതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നത് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 കപ്പ് ചോറ് എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അരിപ്പൊടിയാണ്. അരിപ്പൊടി വറുത്തതോ വറുക്കാത്തതോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം. നമ്മൾ സാധാരണ പത്തിരിക്കൊക്കെ എടുക്കുന്ന അരിപ്പൊടി തന്നെയാണിത്. അപ്പം ഞാനിവിടെ വറുത്ത അരിപ്പൊടി ആട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് ഒരു 1.5 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാനിപ്പം 2 ട്രിപ്പായിട്ടാണ് മിക്സിയിലിട്ടിട്ട് ഇതൊന്ന് അടിച്ചെടുത്തിട്ടുള്ളത്. മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇനി അഥവാ ഇത് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചോറ് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്താൽ മതി. അപ്പം ഇത് മുഴുവനായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് കുറച്ച് കരിഞ്ജീരകമാണ്. ഇതിന് നല്ലൊരു ഫ്ലേവർ കൊടുക്കും. അപ്പോൾ നമ്മൾ ഇഷ്ടത്തിനനുസരിച്ച് ഇത് കൊടുക്കാം. ഞാനിപ്പം കുറച്ച് ഇട്ട് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. അഥവാ ഇത് ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ചോറ് അരച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പം ഞാനിത് നന്നായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഷേപ്പ് ചെയ്തെടുത്ത രീതികളൊക്കെ ഞാൻ ഇതിൽ കാണിച്ചു തരാം. ഈസി ആയിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് വിട്ടെടുക്കുന്നതിന് വേണ്ടി ഞാനൊരു കവറിലാണ് ഇത് പരത്തിയെടുക്കുന്നത്. അങ്ങനെ ആകുമ്പോൾ നമുക്കിതിൽ നിന്ന് ലിഫ്റ്റ് ചെയ്തെടുക്കാൻ ഈസി ആയിരിക്കും. അപ്പോൾ അതിൽ നിന്ന് ചെറിയൊരു ബോൾ എടുത്തിട്ട് ഞാൻ ഇതിലേക്ക് വെച്ചൊന്ന് പരത്തിയെടുക്കുന്നുണ്ട്. നല്ല തിന്നായിട്ട് പരത്തിയെടുക്കുക. നല്ല ഇതായി കാണുന്നത് പോലെ നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുക. ഇല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ഉള്ളൊക്കെ സോഫ്റ്റായി പോവും. ഇങ്ങനെ തിന്നായിട്ട് പരത്തിയെടുത്ത് കഴിഞ്ഞാൽ നല്ല ക്രിസ്പായിട്ട് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇത് ഫസ്റ്റിൽ ഞാൻ ഇതുപോലെ ഒന്ന് ജസ്റ്റ് സ്ക്വയർ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഈ രീതിയിൽ ഈസി ആയിട്ട് നമുക്ക് ഏറ്റവും ഈസിയിൽ ഇങ്ങനെ ചെയ്തെടുക്കാം. പിന്നെ കുറച്ച് മോഡലാക്കി ചെയ്യാനുള്ളത് അടുത്ത രീതി ഞാൻ കാണിക്കാം. അപ്പോൾ ഇത് നല്ല തിന്നായിട്ടുള്ള പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൽ നിന്നും എടുത്തു വെക്കാം. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ചെയ്തിട്ടുള്ളത് കുഴലപ്പത്തിൻ്റെ ഒരു ഷേപ്പാണ്. അപ്പം ഇതുപോലെ സ്ക്വയറിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ട് ഇത് ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഈ അറ്റങ്ങൾ തമ്മിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിയിൽ നമുക്ക് ഇതെല്ലാം ചെയ്തെടുക്കാം. പിന്നെ മറ്റൊരു രീതി എന്ന് പറയുന്നത് പിന്നെ അടുത്തതായിട്ട് ഞാൻ വേറൊരു രീതിയിൽ ചെയ്തെടുത്തിട്ടുള്ളത് ഒരു ഫ്ലവറിൻ്റെ ഷേപ്പാണ്. അതിന് വേണ്ടിയിട്ട് ഇതുപോലുള്ള ചെറിയ ചതുരത്തിലുള്ള ഒരു പീസ് എടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒരു കോണിൽ മറ്റൊരു കോണിലേക്ക് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഒരു നൈഫ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ നടുക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ നല്ല ഭംഗിയുള്ളൊരു മോഡലാണ്. ഇത് ഒന്നുകൂടി കാണിക്കാം. ഇതുപോലെ ഒരു കോണിൽ നിന്ന് മറ്റൊരു കോണിലേക്ക് ഇതുപോലെ ഒന്ന് കൈവച്ചിട്ട് ഒരു വിരൽ വെച്ച് ഇതുപോലെ റോൾ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആ ഒരു ഇതിൽ ഇത് ഒട്ടിച്ചു കൊടുക്കുക. ഇതുപോലെ ചെയ്തെടുക്കാം. നല്ല ഈസി ആയിട്ട് തന്നെ തയ്യാറാക്കാൻ കഴിയും. അപ്പോൾ ഞാനിതെല്ലാം
ഒന്ന് ചെയ്തെടുത്തിട്ട് അവസാനം കാണിക്കാം. ഇപ്പം എല്ലാം ഒന്ന് ഇതുപോലെ ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഓയിൽ എടുത്തിട്ടുണ്ട്. ഓയിൽ നല്ല ചൂടായിട്ട് ശേഷം മാത്രമേ ഉള്ളൂ അതിലേക്ക് ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നന്നായിട്ട് ഓയിൽ ചൂടായ ശേഷം ഞാൻ ഫസ്റ്റ് കുഴലപ്പത്തിൻ്റെ ഷേപ്പിലുള്ളത് ആദ്യം ഇട്ട് കൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഫ്രൈ ആയാൽ അറിയാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ മുകളിൽ ആ തവിയൊന്ന് തട്ടിക്കൊടുത്താൽ ഒരു ചിൽച്ചെന്നുള്ള ഒച്ച ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് റെഡിയായി എന്ന് അറിയാം. ആ സമയത്ത് ഇത് കോരി എടുക്കാം. അപ്പോൾ എല്ലാം ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ക്രിസ്പായിട്ട് കിട്ടിയിട്ടുണ്ട്. 2-3 ദിവസം വരെ ഒരു കുപ്പിയിലാക്കി സൂക്ഷിക്കുകയാണെങ്കിൽ കേടാവാതെ നമുക്കിത് സൂക്ഷിച്ച് വെക്കാൻ കഴിയും. വിരുന്നുകാരൊക്കെ വരുന്ന സമയത്തൊക്കെ അവർക്ക് കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്നാക്കാണിത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. Thanks for watching.